ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കാം. അപ്പോൾ ഇതിനാവശ്യമുള്ളത് കാര്യമായിട്ട് ബീട്രൂട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളും അതിനോടൊപ്പം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ബീട്രൂട്ടിന് നമുക്കിവിടെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഒന്ന് അനീമിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടുക തന്നെ ചെയ്യും. പിന്നെ വെയിറ്റ് ലോസ്, അതുപോലെ ഹെൽത്തി സ്കിന്ന്, ഗ്ലോ സ്കിന്ന്, ഹെയർ ലോസ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈ ബീട്രൂട്ടിൻ്റെ കൂടെ ഞാനൊരു ക്യാരറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാരറ്റാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ പൾപ്പായിട്ടല്ല, ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഈ ജ്യൂസ് നമ്മൾ കുടിക്കുന്നത്. പിന്നെ ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് തേനാണ് പഞ്ചസാരയ്ക്ക് പകരം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ഹെയർ ലോസിന് നമ്മൾ ഹെൽപ്ഫുള്ളാണ് ഈ ജ്യൂസ് നമ്മൾ കുടിക്കുക. അതുപോലെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ നമുക്കിത് രക്ഷയാണ്. നമ്മുടെ ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ബോഡിയെ ക്ലീൻ ചെയ്യുന്നു. ബോഡിയിലുള്ള ടോക്സിക് സബ്സ്റ്റൻസുകളെല്ലാം നീക്കം ചെയ്യാൻ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് നമ്മെ സഹായിക്കുന്നു. പിന്നീട് നമുക്ക് വിശപ്പ് അല്ലാതെ ഫീൽ ചെയ്യില്ല. ഇത് കുടിച്ച് നമുക്ക് എന്തോ ഒരു മൈൻഡ് ബ്ലോയിങ് ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നോ ഒരു ഊർജം ലഭിച്ചതുപോലെയാണ് ഈ ഒരു ബീട്രൂട്ട് ഡ്രിങ്ക് നമ്മൾ കുടിക്കുമ്പോൾ. പിന്നെ അതുപോലെ ഇത് വളരെ സ്മൂത്തും പിന്നെ റേഡിയൻ്റും നമ്മളെ സ്കിന്നാക്കി മാറ്റുന്നു. അതുപോലെ നമ്മുടെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടുക തന്നെ ചെയ്യുന്നു. അതുപോലെ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് വേറെയും ഗുണമുണ്ട്. നമ്മുടെ കാഴ്ച ശക്തിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ലിവർ ഫങ്ഷനിങ്ങിന് ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതുപോലെ മെനോപോസും പിന്നെ മെൻസ്ട്രൽ ഡിസോർഡേഴ്സൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ആ ഡിസോർഡേഴ്സിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാം. ഇപ്പോൾ എല്ലാം നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ടുണ്ട്. ബീട്രൂട്ടും ക്യാരറ്റെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയിലൊരു ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ചെറിയ പീസുകളാക്കി തന്നെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ വെള്ളം ചേർക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിന് സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ചിലവർക്ക് സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ഈ കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഈ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ കാൽഷ്യം ലെവൽ കുറയാനും ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ നമ്മുടെ യൂറിനും അപ്പോൾ നമ്മൾ കാഷ്ടമൊക്കെ കളർ ചേഞ്ച് കാണാം. അപ്പോൾ ചിലർക്കൊരു ഭയം തോന്നും, ഇത് എന്താണ് ഇത്രയും ഒരു കളർ ചേഞ്ച്. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അത് ഇതിൻ്റെ കളറിൻ്റെ അതുകൊണ്ടാണ്. ഇനി നമുക്ക് അടിച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. നല്ലപോലെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതാണിപ്പോൾ നമ്മുടെ വളരെ കുറുകിയിട്ടാണ് നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ കാണുന്നത്. അങ്ങനെ ഇത് കാഴ്ചയിൽ എത്രത്തോളം ഒരു ഗ്ലോയിങ് ആണോ തിളക്കമാണോ ഉള്ളത്, അതുപോലെ തന്നെ നമുക്കത് കുടിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ബീട്രൂട്ട് ഡ്രിങ്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ 35 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, 35 വയസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡെയിലി റൂട്ടീൻ ദിവസം ഒരു ഗ്ലാസ് കുടിക്കുക തന്നെ ചെയ്യണം. ഇത് ഹണി യൂസ് ചെയ്തിട്ട് ഷുഗറിന് പകരം ഹണി യൂസ് ചെയ്യുക. അതൊന്നുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര പ്രമേയം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഷുഗർ തന്നെ യൂസ് ചെയ്യുക. കാരണം കൂടുതലൊന്നും ഷുഗറിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രിങ്ക്. ഇത് വളരെ യൂസ്ഫുള്ളാണ്.